ഇത് എൻ്റെ നോട്ട് പാഡിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചതാട്ടോ. ഇതിൻ്റെ ഡേറ്റ് കണ്ടാലറിയാം. ഞാനിത് ജൂൺ 20 ആ ഒരു സമയത്ത് തന്നെ എൻ്റെ ഐഡിയാസ് ഫുൾ ഇതുപോലെ റെഫറൻസ് ഒക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാൽക്കണി എങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഇപ്പോൾ അതേ ഓഗസ്റ്റ് ആയി, ഒരു മാസത്തോളം കഴിഞ്ഞു നമുക്ക്. എന്നിട്ടും ഫുള്ള് ഫിനിഷ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാരണം മടിയാണ്, പിന്നെ ഒരു മോട്ടിവേഷൻ ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ ആദ്യത്തെ ആ ഒരു റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗം ഫുള്ള് ചെയ്തതിന് ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഭാഗം ഒന്ന് ചെയ്യണം എന്ന് തന്നെ തോന്നിയത്. കാരണം ഇപ്പോൾ ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ ചെടികളായിട്ട് ഓരോന്ന് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം എൻ്റെ ആ ഒരു സ്പൈഡർ പ്ലാന്റ് എങ്ങനെയാണെന്നറിയില്ല, ഫുള്ളായിട്ട് നാശമായി. വാങ്ങിയിട്ട് ഒരു 10 ദിവസമല്ലേ ആയിട്ടുള്ളൂ, കുറച്ച് കാലമായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നാശമായി തുടങ്ങുന്നതിന് മുമ്പ് ഈ ഭാഗം കൂടി അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ആ ഒരു മോട്ടിവേഷനിൽ നിന്നാണ് ഞാനിപ്പോൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യണേ. കാരണം ഈ ഭാഗത്തിലേക്കാണ് ഞാൻ കൂടുതൽ പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ മിറർ എങ്ങനെ മാറ്റിയെടുക്കണം, മിററിൻ്റെ ഐഡിയ എനിക്കൊരു വീഡിയോ ഒന്ന് കിട്ടിയതായിരുന്നു. അതിന് ഞാൻ ക്ലേ ഒക്കെ വാങ്ങിച്ചു വെച്ചു. പിന്നീട് അത് തൊട്ടിട്ടില്ല എന്ന് മാത്രം. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കൂടുതൽ ഈ ഒരു ചൂല് അങ്ങനത്തെ ക്ലീനിങ് ആക്സസറീസ് മാക്സിമം കാണാത്ത രീതിയിൽ വെക്കണം എന്നൊക്കെ. പക്ഷേ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാനൊന്നും പറ്റില്ല. അത് പ്രാക്ടിക്കൽ അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അത് എങ്ങനെയാണെന്നുള്ളത് ആലോചിച്ചില്ല. പിന്നെ അത് കിത്തുവിൻ്റെ കലാവിരുദ്ധമൊക്കെ പെയിൻ്റൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ലാമിനേറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ സോപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്തോളൂ. പിന്നെ ഈ ഭാഗത്ത് മണ്ണ്, അതേപോലെ പെയിൻറ്റിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റിക്കർ PVC വാൾപേപ്പർ ഇവിടെ ഒട്ടിക്കണമെങ്കിൽ അവിടെ എണ്ണമയവും സോപ്പ് അഴുക്കൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ആകെ മൊത്തം അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ശരിക്കും ഇവിടെ വാൾ ടൈൽസിൻ്റെ പോലത്തെ സ്റ്റിക്കേഴ്സ് ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വാങ്ങി ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ശരിക്കും ടൈൽസിൻ്റെ ഒരു രൂപം കിട്ടുള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് ഡെലിവറി കുറേ ദിവസം എടുക്കുകയും ചെയ്യും. ഓൾറെഡി ഞാൻ വിചാരിച്ച എൻ്റെ കൺസെപ്റ്റിലുള്ള ഒരു കളറൊന്നും അതിൽ അവൈലബിളും അല്ല. അപ്പോൾ ഈ ഒരു പച്ചയുടെ കൂടെ മാച്ച് ആവണ രീതിയിൽ വേണം നമുക്ക് ഒട്ടിക്കുമ്പോൾ. ഇല്ലെങ്കിൽ പിന്നെ ഭംഗി ഉണ്ടാവില്ല, ഭംഗി പോയിട്ട് നമുക്കൊരു കളിയില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ ലാസ്റ്റ് PVC വാൾപേപ്പറിലേക്ക് തന്നെ മാറിയത്. അതാകുമ്പോൾ കോസ്റ്റ് വളരെ കുറവാണ്. എനിക്കൊരു റോളിന് ഒരു 120 റുപ്പീസോ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ. ഞാൻ അത് വാങ്ങിച്ചിട്ട് ഒട്ടിക്കാം. നമ്മുടെ അങ്ങനെ കാണാത്തൊരു സ്ഥലമായതുകൊണ്ട് ഇടയ്ക്ക് മാറ്റിയാലും നമുക്കത്ര പ്രശ്നം വരില്ല, ബാൽക്കണിയാണല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ അത് വാങ്ങിച്ചത്. പിന്നെ ആദ്യം തൊട്ടിട്ടുള്ള പണികൾ തുടങ്ങി എല്ലാ ചെടികളും എടുത്തിട്ട് നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് കിച്ചൺ കൗണ്ടറിൽ തന്നെയാണ് വെച്ചത്. ഡെയിലി എണീറ്റാൽ ഞാൻ ഇന്ന് ഇത് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് എണീക്കുക. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു മടിയും ഒക്കെ വന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ വിട്ട് നിൽക്കുമായിരുന്നു. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരും പുറത്ത് പോയതിന് ശേഷം ഞാൻ എന്തായാലും ഇത് ചെയ്ത് തീർത്തിട്ടേ ബാക്കി പണിക്കുള്ളൂ എന്ന്. അപ്പം ബേസിക്കായിട്ടുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ക്ലീനിങ്ങും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാനൈറ്റൊക്കെ എപ്പോഴും നമുക്ക് ചെടിയെടുത്ത് മാറ്റി വെച്ച് ക്ലീൻ ചെയ്യണത് വളരെ റെയറാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഒരു അവസരം പാഴാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് സാറ്റിസ്ഫാക്ഷനും ഉണ്ട് കേട്ടോ നമുക്കിതിനെ ചെയ്യണ കാണുമ്പോൾ. കുറച്ചൊരു സ്ഥലമാണെങ്കിലും അത് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ ഈ ഒരു മോഡൽ വാഷ് ബേസിനും ഞങ്ങൾ ഇപ്പോൾ ഈ റെനോവേഷൻ ചെയ്തപ്പം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, കഴിഞ്ഞ വർഷം. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതിൽ അങ്ങനെ അഴുക്കായ പെട്ടെന്ന് അങ്ങനെ അറിയൂല, എന്നാൽ നമുക്ക് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. അങ്ങനൊരു ഇതാണ്. പിന്നെ ഒരു ഡ്രോബാക്ക് ഉള്ളത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇപ്പോൾ ഈ വീട്ടിൽ ഞാൻ പല്ലീനെ കയറ്റാൻ സമ്മതിക്കില്ല. എങ്ങനെ ഉള്ളിലേക്ക് വന്നാലും ഞാൻ അതിനെ അടിച്ച് ഓടിക്കും കേട്ടോ. അതുകൊണ്ട് ഈ വീട്ടിൽ പല്ലി അധികം വാഴാറില്ല ഞാനുള്ളിടത്തോളം. അപ്പോൾ അതുകൊണ്ട് പല്ലിയൊക്കെ ശല്യമാണെങ്കിൽ ഇങ്ങനത്തെ വാഷ് ബേസിൻ്റെ ഉള്ളിലൊക്കെ സൈഡിലൊക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. എനിക്ക് 1-2 അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ ഓടിക്കും അതിനെ. കുറച്ച് അധ്വാനമുള്ള പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള ജോലികളിലേക്ക് കടന്നു. കാരണം നമുക്ക് PVC വാൾപേപ്പർ ഒട്ടിക്കുക എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു പണിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫുള്ള് വലിച്ചിളക്കണമല്ലോ. പിന്നെ നമുക്ക് അത്രയും നഷ്ടവും വരും. ഇത് ചില വാൾപേപ്പേഴ്സ് ഭയങ്കര തിന്നുമായിരിക്കും. ഒന്നൊട്ടിച്ചിട്ട് നമ്മൾ ഇളക്കുമ്പോഴേക്കും അതിങ്ങനെ മുറിയാനും പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. പക്ഷേ ഇത് കുറച്ച് മീഡിയം തിക്നെസ് ഉള്ളൊരു വാൾപേപ്പറായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എൻ്റെ കൺസെപ്റ്റിൽ വാൾപേപ്പർ ശരിക്കും വെർട്ടിക്കൽ സ്ട്രൈപ്സ് പോലെ അത് ഈ കണ്ണ പോലെ വേണമെന്നുണ്ടായിരുന്നു. അതല്ല തിരിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഒരേ ഒരു കഷ്ണത്തിലത് നമുക്ക് ഒതുക്കായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു പാറ്റേൺ വേണ്ടതുകൊണ്ട്
ഞാൻ 3-4 കഷ്ണമൊക്കെ ആയിട്ട് മുറിച്ചതിന് ശേഷം കറക്റ്റ് അളവെടുത്തിട്ടൊക്കെയാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്തു എനിക്ക്, പക്ഷെ ഞാൻ വിചാരിച്ച അതേപോലെ വന്നു കേട്ടോ. നമ്മൾ സാധാരണ വാൾപേപ്പറൊക്കെ അല്ലെങ്കിൽ TV യൂണിറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വുഡൻ പാനൽസൊക്കെ വെക്കുമല്ലോ, അപ്പോൾ ആ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ശരിക്കും ഇത് വുഡല്ലാന്ന് ആരും പറയില്ല കേട്ടോ. അതായത് അകലേന്ന് കാണുമ്പോഴോ പിക്ചറിൽ കാണുമ്പോഴോ ഒക്കെ ശരിക്ക് ഒരു വുഡൻ പാനൽസ് ഇങ്ങനെ വന്ന പോലെ നമുക്കൊരു ഫീലാവും. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടോ. നല്ലൊരു കണ്ണിന് കാണാൻ നല്ല രസമുള്ളൊരു ഏരിയയായി. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ചെടി വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ സ്ക്വയർ ടൈപ്പിൽ ഈ ഒരു 2 കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലായിരുന്നു ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഐറ്റംസ് വെക്കാറ്, മണി പ്ലാന്റിൻ്റെ ആ ഒരു പ്ലാന്റേഴ്സൊക്കെ വെക്കാറ്. അപ്പോൾ എനിക്ക് തോന്നി ഇതേ സാധനം വെച്ചിട്ട് നമുക്കതൊന്ന് മറയ്ക്കാം. ആ ഒരു വാൾപേപ്പറിൻ്റെ ചെറിയ പീസ് വെച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു ഫീലിംഗ് ഉണ്ടാവില്ലല്ലോ, ഒരു ഡബ്ബ വെച്ച പോലൊരു ഫീലിംഗ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് 2 കഷ്ണം എടുത്തിട്ട് ആ ഒരു കണ്ടെയ്നേഴ്സ് 2 എണ്ണത്തിനെയും നന്നായിട്ട് പൊതിഞ്ഞിട്ട് അവിടെ വെച്ചു. അതും ഒരു ചെറിയ ടിപ്പ്, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് വേറൊരു തിങ്ങാണ് അവിടെ ഇരിക്കണേന്ന് തോന്നില്ല, നമ്മുടെ ആവശ്യം നടക്കുകയും ചെയ്യും. ഇപ്പോൾ എല്ലാ വീട്ടിലും ഈ ഒരു ടീക്ക് വുഡ് കളറാണല്ലോ പ്രിഫർ ചെയ്യണേ. ഇപ്പോൾ ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോഴും അതെ, ഈ ടീക്ക് വുഡ് അല്ലെങ്കിൽ അതിനേക്കാട്ടി കുറച്ച് ലൈറ്റർ ആയിട്ടുള്ള വേർഷൻസാണ് കൂടുതൽ ഞാൻ കണ്ടേക്കണേ ഇപ്പോൾ അടുത്ത കാലത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ഗ്രീൻ കളറ് ഭയങ്കര മാച്ചിങ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല ആ ഗ്രീനും ആ ഒരു ബ്രൗൺ കളറും പിന്നെ വിത്ത് ബ്ലാക്കോട് കൂടിയിട്ട് അത് നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഗ്രീൻ വന്നു കഴിഞ്ഞാൽ ChatGPTയിൽ ഞാൻ അന്ന് കൊടുത്തിട്ട് കാണിച്ചത് കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒന്നൊന്നായിട്ട് ചെടികൾ ഇങ്ങനെ വെക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഇവിടെ ഇനി ചെടികളെ വെക്കണ്ടെന്നൊക്കെ തോന്നി കേട്ടോ ആദ്യം. കാരണം ആ ഒരു ബ്രൗൺ കളറ് കണ്ടപ്പോൾ എനിക്കിനി ചെടി വെച്ചതൊക്കെ ആ ഭംഗി നമ്മൾ പിന്നെ കാണില്ലല്ലോ, മറയില്ലേ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചെടി വെക്കേണ്ടെന്നൊക്കെ തോന്നി. പിന്നെ ആ ഗ്രീനും കൂടെ വന്ന് കൊണ്ട് വെച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു വെറൈറ്റി ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ബ്രൗൺ പ്ലസ് ഗ്രീൻ എന്നുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ചെടികളുടെ ആ ഒരു പ്രൊപ്പോർഷൻസ് ഒന്നും ശരിയല്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, ഈടെയായിട്ട് ചെടികളൊക്കെ വാടി തുടങ്ങുന്നുണ്ട് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ. എന്താ എനിക്ക് അതിനെക്കുറിച്ച് വിവരം കുറവായതുകൊണ്ടാണെന്ന് എനിക്കറിയാം. കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഇനി ചെടികൾ വാങ്ങാമെന്ന് മനസ്സിലായി. ഞാൻ ആ ക്ലേ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് മിററിൽ ഒട്ടിക്കണ ആ ഒരു പരിപാടിയില്ലേ, അത് ഞാൻ ഡ്രോപ്പ് ചെയ്തു. വേറൊന്നല്ല, അത് പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നിയില്ല. ബാൽക്കണിയിൽ എപ്പോഴും പൊടിയൊക്കെ പിടിക്കുന്ന ഒരു സ്ഥലമല്ലേ, നമ്മൾ ക്ലേ എന്തൊക്കെ പറഞ്ഞാലും അത് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആകുമ്പോൾ ഉള്ളിലൊക്കെ പൊടി കയറാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ പൊടി കയറിയിട്ട് പിന്നെ അത് നമ്മൾ കഴുകാനോ വൃത്തിയാക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ ഉള്ള വൃത്തി കളയണ്ടല്ലോ. ഇതാവുമ്പോൾ ആ ഫ്രെയിം നമുക്ക് തുടച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം ഡ്രോപ്പ് ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനത്തെ നമുക്ക് മിറർ കിട്ടിയാൽ നമുക്ക് വാങ്ങിച്ച് വെക്കാമെന്നേ ഉള്ളൂ, അല്ലാതെ ഇപ്പോൾ ഇത് ഒന്നും ചെയ്യണ്ട. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മണി പ്ലാന്റിൻ്റെ തന്നെ ഷേപ്പിലുള്ള ഒരു ലൈറ്റാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ബാറ്ററി വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പം അത് നമുക്ക് ഭംഗിയിൽ ആ മിററിൻ്റെ ചുറ്റും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ബാറ്ററി ഇടണം. ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ മിററിൻ്റെ മുകളിൽ ഞാനൊരു ഷെൽഫ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഷെൽഫ് തന്നെയാണ്, ജസ്റ്റ് നമ്മളവിടെ ഒന്ന് ഫിറ്റ് ചെയ്യിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചപ്പോൾ ഞാനവിടെ തുണിയൊക്കെ ഇട്ടതുണ്ടല്ലോ, എനിക്ക് എന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഓൾറെഡി ഉണങ്ങി കിടക്കുന്ന തുണിയാണല്ലോ. ഞാൻ വിചാരിച്ചു അതെടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്യാമറയിൽ അല്ലെ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ഇത് ഈ ആർട്ടിഫിഷ്യൽ ക്രീപ്പേഴ്സിൻ്റെ ഒരു സെറ്റ് എൻ്റെ കയ്യിൽ വാങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പച്ചയാക്കണ സ്ഥിതിക്ക് നമുക്ക് അതും വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ അവിടെ ഫുള്ളിങ്ങനെ ആ ഒരു ഗ്ലാസിൻ്റെ ഭാഗത്ത് ഒഴിഞ്ഞ് കിടക്കാണല്ലോ. അപ്പോൾ അവിടെ തൂക്കിയിടാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ ചെറുതായിട്ട് ഒരെണ്ണം എടുത്ത് ഫിറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം മതി. കാരണം
നമ്മൾ പ്രാക്ടിക്കലായിട്ട് ആലോചിക്കണമല്ലോ. എപ്പോഴും എടുത്ത് ക്ലീൻ ചെയ്യേണ്ട ഒരു ഇതിൽ ഒന്ന് ഫിറ്റ് ചെയ്യണമെന്നാണ് നല്ലത്. അതാവുമ്പോൾ ഒരെണ്ണെടുത്ത് കഴുകിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം ചുമ്മാ വെച്ച് നോക്കിയപ്പോൾ ഓക്കെ, അത്രേൻ്റെ ആവശ്യമുള്ളൂ എന്ന് തോന്നി. പിന്നീട് ഈ ഒരു ഷെൽഫും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനും അത്ര വലിയ വിലയൊന്നുമില്ല കേട്ടോ, ഒരു 150 രൂപയുള്ളൂ. ആമസോണിൽ 150 രൂപയ്ക്കാണ് ഞാനത് വാങ്ങിച്ചേക്കണേ. അപ്പോൾ അത് ആമസോൺ നൗവിൽ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്ത ഇന്ന് തന്നെ വരും, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ അതും ആ ഒരു ഭാഗത്ത് ആണിയുള്ളതുകൊണ്ട് നമുക്ക് ഡ്രില്ലിങ്ങിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അപ്പോൾ അത് അവിടെ തൂക്കിയിട്ട് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു ഐഡിയ ഇവിടെ പരീക്ഷിക്കാമെന്നൊക്കെ വിചാരിച്ചു. ബുദ്ധേനെ നമുക്ക് അവിടെ വെക്കാം എന്ന് വിചാരിച്ചു. കാരണം അവിടെ നമ്മൾ ക്ലീൻ ചെയ്യണ ഒരു സ്ഥലമൊന്നുമല്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു ശുദ്ധമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് കൺസിഡർ ചെയ്യാം. കാര്യം വാഷിംഗ് മെഷീൻ്റെ മോൾ ഭാഗമാണ്. അപ്പോൾ എത്ര കാലത്തോളം ഇത് നടക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബുദ്ധനെ അവിടെ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വെക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ താഴെ നിന്നിട്ട് കൈ കഴുകുകയും വായ കഴുകുകയും ചെയ്യണോണ്ട് ഭഗവാന്മാരനെ ഒന്നും ആരെയും ഈ ഭാഗത്തേക്ക് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചു. മുമ്പത്തെക്കാട്ടി കുറച്ച് നല്ല ഭംഗിയായില്ലേ. പിന്നെ പറയാൻ വിട്ടുപോയതാണ്, ആ ഒരു സ്റ്റാൻഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ചെടികളൊക്കെ അതിൻ്റെ മുകളിലിങ്ങനെ എലിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അടിയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനെങ്കിലോ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രാണികളൊന്നും കയറി ഇരിക്കാതിരിക്കാനും ഒക്കെ അത് നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചു. പിന്നെ നമ്മുടെ വാടാമല്ലി നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലെ മഴയൊക്കെ കുറച്ച് ഇങ്ങോട്ട് വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഈവനിങ്ങും ഇവിടെ മഴയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊക്കെ നന്നാവും. പിന്നെ ഞാൻ വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നത്, ഈ ഇവിടെ ആകെ നിന്ന് തിരിയണ ഈ സ്ഥലമല്ലേ, അപ്പോൾ ഇവിടെ ഫുള്ളായിട്ടൊരു നമുക്ക് മുറിച്ച് വാങ്ങണ ഒരു ഗ്രാസിൻ്റെ ഒരു ചവിട്ടി പോലത്തെ വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് വാങ്ങാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നീട് ഞാൻ ഭാവിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അത് പ്രാക്ടിക്കലല്ല. കാരണം നമ്മൾ വെള്ളം നന്നായിട്ട് വീഴാൻ സാഹചര്യമുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ടും നമ്മൾ തുടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബക്കറ്റ് ഇവിടെ വെക്കും, അങ്ങനെ എന്തായാലും നനയും. അപ്പോൾ ആ ഒരു റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒഴിവാക്കി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് തന്ന ആ ഒരു 2 വാൾ ഹാങ്ങിങ്സും ഇവിടെ ബുദ്ധൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ടു കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് അവിടെ ആ കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയായി. ഇപ്പോൾ ടോട്ടലി ഉള്ള ഈ ഒരു ബാൽക്കണിയുടെ ഏരിയ ഇങ്ങനെയാണ്. ഇപ്പോൾ തുണിയൊക്കെ ഞാൻ ഇവിടെ തന്നെ ഉണക്കാൻ ഇടാറ് കേട്ടോ. കാരണം നമുക്ക് സൗകര്യമാണ്, ഈസി ആയിട്ട് ഉണങ്ങി കിട്ടാറുമുണ്ട്. മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊഴിച്ചാൽ ബാൽക്കണിയിൽ നമുക്ക് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞാൻ ഈ ടൂറും ഗാർഡൻ ടൂറൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും നന്നായിട്ട് മഴ തുടങ്ങി. ഇപ്പോൾ എന്നും 4 മണി തൊട്ടിട്ട് മഴയാണ്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു മേക്ക് ഓവർ ചെറുതാണെങ്കിലും എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായ ഒരു മേക്ക് ഓവറായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസിലൂടെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ കൂടുതൽ നല്ല നല്ല വീഡിയോസായിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.